everyone, welcome to Master K Academy. I am Shireen Sali. നമ്മൾ ഇനി ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് HSST സുവോളജിന്റെ ഫിസിയോളജി മൊഡ്യൂളിലെ എൻഡോക്രൈനോളജി ടോപ്പിക് ആണ്. അതിൽ ചെറിയ ഒരു പോർഷൻ ഹൈപ്പോതലാമസും ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഗ്ലാൻസിന്റെ ഹോർമോണൽ സെക്രീഷനും റെഗുലേഷനും ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. സോ ഫസ്റ്റ് എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം? നമുക്കൊക്കെ അറിയാം എൻഡോക്രൈൻ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? എൻഡോക്രൈൻ ഗ്ലാൻസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസും അവരുടെ സെക്രീഷൻസ് പോയി ടാർഗറ്റ് സൈറ്റിൽ എത്തുന്നതും അവരുടെ മെക്കാനിസവും ആക്ഷനും ഒക്കെയാണ് എൻഡോക്രൈൻ ഗ്ലാൻസിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻസ് ദാറ്റ് സെക്രീറ്റ് സ്പെസിഫിക് കെമിക്കൽസ് കോൾഡ് ഹോർമോൺസ് ഇൻ ടു ദ ബ്ലഡ്. എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് വെച്ചാൽ എന്താ? നമുക്കറിയാം. വാട്ട് ഈസ് എൻഡോക്രൈൻ ഗ്ലാൻസ്? Endocrine glands are the tissues that produce chemical messengers. Chemical messengers ആയ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസിനെയാണ് നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ദേ ആർ ആക്ച്വലി എന്താണ്? കെമിക്കൽ മെസ്സഞ്ചേഴ്സ്. ആരാണ്? ഹോർമോൺസ് എന്ന് വെച്ചാൽ എന്താ? ദേ ആർ ആക്ച്വലി കെമിക്കൽ മെസ്സഞ്ചേഴ്സ്. കെമിക്കൽ മെസ്സഞ്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താ? കെമിക്കൽ എന്ന് പറയുന്ന ടേം വരാൻ കാരണം അതൊരു കെമിക്കൽ കോമ്പോസിഷൻ ആണ്. അതൊന്നെങ്കിൽ പ്രോട്ടീൻ ആകാം, അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ആകാം, അല്ലെങ്കിൽ വേറെ വല്ല അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ആകാം. അങ്ങനെയുള്ള കെമിക്കൽ കോമ്പോസിഷൻ ഉള്ളതുകൊണ്ട് കെമിക്കൽ എന്ന് പറയുന്നത്. ഈ മെസ്സഞ്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താ? മെസ്സഞ്ചേഴ്സ് എന്ന് പറഞ്ഞാല് അവരെന്താ? മെസ്സേജ് കൺവേ ചെയ്യുന്നവരാണ്. മെസ്സേജ് കൺവേ ചെയ്യാന്ന് വെച്ചാൽ ഒരു ഇൻഫോർമേഷൻ അതൊരു സൈറ്റിൽ നിന്നും അതിന്റെ ടാർഗറ്റിലോട്ട് കൊണ്ടെത്തിക്കുക, ഒരു സോഴ്സിൽ നിന്നും ടാർഗറ്റിൽ കൊണ്ടെത്തിക്കുന്നതാണ് മെസ്സഞ്ചർ അല്ലെ? മെസ്സഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് നമ്മുടെ ബോഡിയിലുള്ള കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് ഹോർമോൺസ്. ഓക്കെ, ഇവിടെ ഓർക്കേണ്ട കാര്യം, ഫസ്റ്റ് പോയിന്റ്, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ദേ സെക്രീറ്റ് ഹോർമോൺസ്. They are called as chemical messengers and they secrete these hormones into the blood. ബ്ലഡിലോട്ട് ഡയറക്റ്റ് ആയിട്ടാണ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത്. ഈ ഹോർമോൺസ് എങ്ങോട്ടാ സെക്രീറ്റ് ചെയ്യുന്നത്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിലോട്ടാണ് ഈ ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. വൈ? എന്തുകൊണ്ട് അവർ ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിൽ കൊടുക്കുന്നത്? ബിക്കോസ് ദേ ലാക്ക് ഡക്റ്റ്. അവർ ഡക്റ്റ്ലെസ് ഗ്ലാൻഡ് ആണ്. നോക്കിക്കേ, അവർക്ക് ഡക്റ്റ് ഇല്ല. ഒരു പാസേജോ അല്ലെങ്കിൽ ഒരു ചാനലോ ഒന്നും ഇല്ല അവർക്ക് ബ്ലഡിൽ. ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിൽ കൊടുക്കുക മാത്രമേ വഴിയുള്ളൂ. പക്ഷെ നമ്മുടെ എക്സോക്രൈൻ ഗ്ലാൻഡ് ആണെങ്കിൽ, എക്സോക്രൈൻ ഗ്ലാൻഡ് എന്താ? ടിഷ്യൂസ് ദാറ്റ് സെക്രീറ്റ്സ് എൻസൈംസ് അല്ലെ? എൻസൈംസ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ്സ് ആണ് എക്സോക്രൈൻ ഗ്ലാൻഡ്. ആൻഡ് ഈ എൻസൈംസ് ഏതാ? നമ്മുടെ സലൈവറി അമിലൈസ്, കാറ്റലൈസ്, പ്രോട്ടിയേസ്, DNA ഇതൊക്കെ എന്താണ്? എൻസൈംസ് ആണ്. ഈ എൻസൈംസ് ഒക്കെ ഡയറക്റ്റ് എങ്ങോട്ടാ സെക്രീറ്റ് ഔട്ട് ആകുന്നത്? ഇൻടു ദ ഡക്റ്റ് ആണ് അല്ലെ? ഡക്റ്റിലോട്ടാണ് അവർ എക്സോക്രൈൻ ഗ്ലാൻഡ്സ് സെക്രീറ്റ് ചെയ്യുന്നത്, അതിന്റെ പ്രൊഡക്ട്സ് ആയ എൻസൈംസിനെ. ബട്ട് ഇൻ കേസ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, ആസ് ദേ ലാക്ക് ഡക്റ്റ്, they are called as ductless glands and they secrete their secretion hormones into the bloodstream. ഓക്കെ, ആ പോയിന്റ് ഓക്കെ ആണല്ലോ? ഇടയ്ക്ക് ചോദിക്കുന്നതാണ്. ഡക്ട്ലെസ് ഗ്ലാൻഡ് ഏതാണ്? എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. അവരുടെ സെക്രീഷൻ ഹോർമോൺസ് ആണ്. അതുകൊണ്ട് തന്നെ they directly secrete their product, അതായത് ഹോർമോൺസ് into the bloodstream. ഓക്കെ, ഇനി എന്താണ് ഹോർമോൺ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണെന്ന് പറഞ്ഞു. നമ്മുടെ ബോഡിയുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എല്ലാം ഇവരുടെ കൺട്രോളിലാണ്. ഓക്കെ, ഇവര് മാത്രമല്ല, കൂടെ ആരുണ്ട്? നമ്മുടെ നെർവസ് സിസ്റ്റം കൂടിയുണ്ട്. അപ്പൊ നെർവസ് സിസ്റ്റം ആണ് ഈ സിഗ്നൽ എല്ലാം കൊടുക്കുകയും അത് വേണ്ട സമയത്ത് കൊടുക്കുകയും വേണ്ടാത്ത സമയത്ത് അത് പിൻവലിക്കുകയും ചെയ്യുന്നതൊക്കെ എന്താണ്? നെർവസ് സിസ്റ്റം ആണ്. സോ ദിസ് എൻഡോക്രൈൻ സിസ്റ്റം ആൻഡ് നെർവസ് സിസ്റ്റം ആർ വെരി ക്ലോസ്ലി അസോസിയേറ്റഡ് ആൻഡ് അവർ ഒരുമിച്ചാണ് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ പെർഫോം ചെയ്യുന്നത് ഇൻ അവർ ബോഡി. ഓക്കെ, സോ നമ്മുടെ ബോഡിയിലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഹോർമോൺസ് ആണ്, കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ്. ദേ റെഗുലേറ്റ് സെല്ലുലാർ ആക്ടിവിറ്റി ബൈ പ്രൊവൈഡിങ് എ കോൺസ്റ്റന്റ് ഇന്റേണൽ എൻവയോൺമെന്റ്. ഓക്കെ, പിന്നെ ഇവര് നമ്മൾ പറഞ്ഞു, ഒത്തിരി നമ്മുടെ ബോഡിയിൽ ഇഷ്ടംപോലെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ട് അല്ലെ? അപ്പൊ ഓരോ എൻഡോക്രൈൻ ഗ്ലാൻഡ്സും ഓരോ ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യും. അപ്പൊ അത് എവിടുന്നാണോ സെക്രീറ്റ് ചെയ്യുന്നത്, എവിടുന്നാണോ ജനറേറ്റ് ചെയ്യുന്നത്, ഒരു സ്പെസിഫിക് സോഴ്സിൽ നിന്ന്, ഒരു സ്പെസിഫിക് ഓർഗനിൽ നിന്ന് അത് ജനറേറ്റ് ചെയ്തിട്ട് ഇവർ എങ്ങോട്ട് പോകും? ബ്ലഡിലോട്ട് പോകും. എന്നിട്ട് നേരി ടാർഗറ്റ് സൈറ്റിൽ പോകും, വേർ ദേ ഷോ ദ റെസ്പോൺസ്. അവിടെ പോയി അവരുടെ കാര്യം എന്താണോ, അതായത് ഇപ്പം അവരുടെ ഫംഗ്ഷൻ എന്താണോ ചെയ്യേണ്ടത് അത് അവിടെ പോയി ഇപ്പൊ തൈറോയിഡ് ഗ്ലാൻഡിൽ വരേണ്ട ഹോർമോൺ ഏതാ? T3 T4. അപ്പം ആ T3 T4 അതിന്റെ സൈറ്റ് എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഗ്ലാൻഡ്. അപ്പൊ തൈറോയിഡ് ഗ്ലാൻഡിൽ വന്ന് അതിന്റെ പരിപാടി എന്താ? അതെന്താ ചെയ്യേണ്ടത്? അതിന്റെ ജോലി അവിടെ പെർഫോം ചെയ്യുമ്പോൾ റെസ്പോൺസ് അവിടെ കാണിക്കും. ഓക്കെ, സോ ഇത്രയുമാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൽ മെയിൻ ആയിട്ട് ഓർക്കേണ്ട പോയിന്റ്സ്.
നമ്മുടെ ബോഡിയിൽ ഏതൊക്കെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. സ്റ്റാർട്ടിങ് ഫ്രം അവർ ഹെഡ് റീജിയൻ. അപ്പൊ നമ്മുടെ ബ്രെയിൻ ഹെഡിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് മെയിൻലി കാണാൻ പറ്റുന്നത്. ഏതൊക്കെയാണത്? ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പീനിയൽ. ഈ പിക്ചറിൽ നോക്കിക്കേ. ഫസ്റ്റ് മുകളിലായിട്ട് ഹൈപ്പോതലാമസ് ഉണ്ട്, പിന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്, അതിന്റെ തൊട്ട് താഴെയായിട്ടുള്ള ഒരു ഇങ്ങനെ ഹൈപ്പോതലാമസിൽ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റോക്കിൽ നിന്ന് ഇങ്ങനെ 2 ലോബായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് നമ്മുടെ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പീനിയൽ ഗ്ലാൻഡ് ഉണ്ട്. അപ്പൊ ഇത് 3ഉം എവിടെയാ കാണുന്നത്? നമ്മുടെ ബ്രെയിൻ പോർഷനിലാണ് കാണാൻ പറ്റുന്നത്. ഫോർ ബ്രെയിനിലുള്ള ഒരു പോർഷനിലാണ് നമുക്ക് പീനിയൽ, ഹൈപ്പോതലാമസ് ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ തൈറോയിഡ്, പാരാതൈറോയിഡ്. ഇത് നമ്മുടെ തൊട്ട് നെക്കിന്റെ പോർഷനിൽ തൈറോയിഡും പാരാതൈറോയിഡും കാണാം. തൈറോയിഡ് ഗ്ലാൻഡിൽ തന്നെ 4 നോട്ട്സ് പോലെ കാണുന്ന സ്ട്രക്ചറാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ തൊട്ട് താഴെ വരുമ്പോൾ നമ്മുടെ 2 ലങ്സിന്റെ ഇടയ്ക്കായിട്ട് നമ്മുടെ ബിനീത് ദ ഹേർട്ട് നമുക്ക് എന്ത് കാണാം? തൈമസ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് കാണാൻ പറ്റും. ഓക്കെ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ചെറുതായിരിക്കുമ്പം വലുതാവുമ്പോൾ ചെറുതാവുന്ന ഈ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് തൈമോസിൻ. ബിക്കോസ് ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ വലുതായിട്ടുണ്ടാവും, പക്ഷെ ആസ് ഏജ് പ്രോഗ്രസസ് എന്താ പറ്റുന്നത്? ഇറ്റ് വിൽ ഗെറ്റ് ഡീജനറേറ്റഡ്. അങ്ങനെ അത് ഡീജനറേറ്റഡ് ആയി പോകും തൈമസ്. തൈമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ തൈമോസിനെ നമ്മൾ യൂത്ത് ഹോർമോൺ എന്ന് വിളിക്കും. കാരണം നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോഴാണ് ഈ യൂത്ത് ഹോർമോൺ ഉള്ളത്, അല്ലെ? നമുക്ക് പ്രായമാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? തൈമസ് ചുരുങ്ങും, അപ്പം യൂത്ത് ഹോർമോണിന്റെ തൈമോസിന്റെ പ്രൊഡക്ഷനും കുറയും. ഓക്കെ, പിന്നെ അടുത്തതാണ് എന്താണ്? അഡ്രിനൽ ഗ്ലാൻഡ്സ്. അഡ്രിനൽ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ലൊക്കേറ്റഡ് ഓൺ ദ ഹെഡ് റീജിയൻ ഓഫ്, അല്ലെങ്കിൽ നമ്മുടെ കിഡ്നിക്ക് ഒരു ക്യാപ്പ് ആയിട്ടാണ് അഡ്രിനൽ ഗ്ലാൻഡ് കാണപ്പെടുന്നത്. പിന്നെ പാൻക്രിയാസ് ഉണ്ട്. പാൻക്രിയാസ് എന്ന് പറയുന്നത്, പാൻക്രിയാസിന്റെ പ്രത്യേകത എന്താ? പാൻക്രിയാസ് ഇസ് നോൺ ആസ് ഹെട്രോക്രൈൻ ഗ്ലാൻഡ്. കാരണം അവർക്ക് എക്സോക്രൈൻ പോർഷനും ഉണ്ട്, അതേപോലെ തന്നെ എൻഡോക്രൈൻ പോർഷനും ഉണ്ട്. അവരുടെ എൻഡോക്രൈൻ സെൽസിന്റെ പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സോക്രൈൻ പാർട്ട് വിൽ സെക്രീറ്റ് എൻസൈംസ്. ഓക്കെ, പിന്നെ ഓവറീസ് ആൻഡ് ടെസ്റ്റസ്, അതാണ് ഗൊണാഡ്സ്. മെയിൽ ആൻഡ് ഫീമെയിൽ സെക്കൻഡറി സെക്സ് ഓർഗൻ. ഓവറീസ് എന്താ? ഫീമെയിൽ ഹോർമോൺ, അതായത് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോണെ സെക്രീറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ടെസ്റ്റസ് ആൻഡ്രോജൻ ടെസ്റ്റോസ്റ്റിറോണെ സെക്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, ബോത്ത് കൺട്രോൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഇൻ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ബോഡിയിലുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. അപ്പൊ ബ്രെയിനിലുള്ള ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പീനിയൽ. നെക്കിലുള്ള തൈറോയിഡ്, പാരാതൈറോയിഡ്. തൊട്ട് താഴെയായിട്ട് വരുന്ന തൈമസ്. പിന്നെ നമ്മുടെ പാൻക്രിയാസ്, അഡ്രിനൽ ഗ്ലാൻഡിന്റെ മുകളിൽ ഇരിക്കുന്ന അഡ്രിനൽസ്, പിന്നെ കിഡ്നിയുടെ മുകളിൽ ഇരിക്കുന്ന അഡ്രിനൽ ഗ്ലാൻഡ്, പിന്നെ നമ്മുടെ ഗൊണാഡ്സ്, ഓവറി, ടെസ്റ്റസ്. ഓക്കെ, നമുക്ക് ഇതിൽ ഹൈപ്പോതലാമസിന്റെയും പിറ്റ്യൂട്ടറിന്റെയും കാര്യമാണ് നമ്മൾ ഇപ്പം നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് സ്ലൈഡിൽ. ഓക്കെ, അപ്പൊ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് മാസ്റ്റർ ഗ്ലാൻഡ് ആണ്. ഓക്കെ, ഇപ്പൊ മാസ്റ്റർ ഗ്ലാൻഡ് ആരാ? നമ്മുടെ പിറ്റ്യൂട്ടറി. അതായത് നോക്കിക്കേ, ഇവിടെ ഈ പിക്ചറിൽ നമുക്ക് ഫോർ ബ്രെയിൻ്റെ ഒരു പാർട്ട് കാണാം. അതിൽ ഇതാ ഹൈപ്പോതലാമസ് ഉണ്ട്. ഈ ഹൈപ്പോതലാമസിന്റെ കൺട്രോളിൽ വരുന്ന അടുത്ത ഗ്ലാൻഡ് ആണ് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് വെച്ചാൽ എന്താ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഹൈപ്പോതലാമസ്. അപ്പൊ ശരിക്കും മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെയാണ്. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് മാസ്റ്റർ ഗ്ലാൻഡ്. പക്ഷെ പിറ്റ്യൂട്ടറി ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഇവർക്ക് ഏതെങ്കിലും ഹോർമോണിനെ റിലീസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റിൽ ഹോർമോണിനെ എത്തിക്കണമെങ്കിൽ അത് ഈ ഹൈപ്പോതലാമസിന്റെ സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇവരാണ് കമാൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദേ ആർ കോൾഡ് ആസ് എ മാസ്റ്റർ ഓഫ് മാസ്റ്റർ ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നമ്മൾ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ഈ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്ക് ഉണ്ടോ? ദാറ്റ് ഇസ് നോൺ ആസ് ദ ഇൻഫെന്റിബുലം. ഓക്കെ, ഇൻഫെന്റിബുലം എന്ന് വെച്ചാൽ സ്റ്റോക്ക് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതുവഴി കണ്ടോ നെർവ്സ് ഒക്കെ പാസ് ചെയ്തിരിക്കുന്നത് കണ്ടോ? ആൻഡ് ശ്രദ്ധിച്ച് നോക്കിക്കേ, ഈ നെർവ്സ് ഒക്കെ ഏത് ലോബിലോട്ടാ പോകുന്നത്? നമ്മുടെ പിറ്റ്യൂട്ടറിക്ക് 2 ലോബുണ്ട് അല്ലേ? പുറത്തൊരു ലോബും ഉണ്ട്, അകത്തൊരു ലോബും ഉണ്ട്. ഈ ആന്റീരിയർ അകത്തിരിക്കുന്ന ആ ലോബിനെ നമ്മൾ ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്നും പുറത്തിരിക്കുന്ന ലോബിനെ നമ്മൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്നും വിളിക്കും. ഓക്കെ, അപ്പൊ ഈ ഹൈപ്പോതലാമസിന്ന് വരുന്ന നെർവ്സ് ഒക്കെ ന്യൂറൽ കൺട്രോൾ ഒക്കെ നടക്കുന്നത് ഈ പോസ്റ്റീരിയർ ലോബിലാണ്, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ്. സോ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഈസ് അണ്ടർ ദ ന്യൂറൽ കൺട്രോൾ ഓഫ് ഹൈപ്പോതലാമസ് എന്ന് നമുക്ക് പറയാൻ പറ്റും.
ഓക്കെ. ഇനി ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് വെച്ചാലോ, നമ്മുടെ ഹൈപ്പോതലാമസിൽ നിന്ന് ഓക്സിജൻ, ന്യൂട്രിയൻസ്, പിന്നെ റിലീസിങ് ഹോർമോൺ, ഓൾ കൈൻഡ്സ് ഓഫ് റിലീസിങ് ഹോർമോൺസ് ആൻഡ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് ഒക്കെ എത്തുന്നത് ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറി. പിന്നെ ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ് ഈ നമ്മുടെ ബാക്കിയുള്ള അതർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിലോട്ട് ആ ഒരു ഹോർമോൺസിനെ അവരുടെ സിഗ്നൽ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ. അവിടെ റെസ്പോൺസ് കാണിക്കണമെങ്കിൽ ആന്റീരിയർ പിറ്റ്യൂട്ടറി വേണം ഇവരുടെ സിഗ്നൽ, ഹൈപ്പോതലാമസിന്റെ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞ് ആ ഓരോ ഓർഗനിൽ പോയി റെസ്പോൺസ് കാണിക്കാം. ഓക്കെ. അപ്പൊ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്ന ആരെയാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെയാണ്. വൈ? ബിക്കോസ് ഇറ്റ് പ്രൊഡ്യൂസ് സെവറൽ ഹോർമോൺസ് ഓർ റിലീസിംഗ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ സെക്രീഷൻ ഓഫ് ഹോർമോൺസ് ഓഫ് അതർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞ തൈറോയിഡ് ഗ്ലാൻഡ് T3 T4 പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആന്റീരിയർ പിറ്റ്യൂട്ടറിന്റെ സിഗ്നൽ അവർക്ക് കിട്ടണം. ഓക്കെ. അപ്പൊ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് റിലീസിംഗ് ഹോർമോൺ വന്നാൽ മാത്രമേ ആർക്ക് പറ്റുള്ളൂ? ഈ തൈറോയിഡിന് അവരുടെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ മാസ്റ്റർ ഗ്ലാൻഡ് എന്നും പിറ്റ്യൂട്ടറി ഹൈപ്പോതലാമസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് മാസ്റ്റർ ഓഫ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നത് ഹൈപ്പോതലാമസിനെയാണ്. ഓക്കെ. പിന്നെ ഈ ഒരു പോയിന്റും കൂടെ ശ്രദ്ധിച്ചോണം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഹൈപ്പോതലാമസിൽ നിന്നും ഓക്സിജനും ന്യൂട്രിയൻസും പിന്നെ ഓൾ കൈൻഡ്സ് ഓഫ് റിലീസിംഗ് ആൻഡ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസും ഒക്കെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലോട്ടാണ് വരുന്നത്. ഓക്കെ. ത്രൂ പിറ്റ്യൂട്ടറി പോർട്ടൽ സിസ്റ്റം, അതാണ് സ്റ്റോക്ക് വഴി. ഓക്കെ. ആൻഡ് ദ സ്റ്റോക്ക് ബ്രിങ്സ് nerves ഫ്രം ഹൈപ്പോതലാമസ് ടു പോസ്റ്റീരിയർ. അപ്പൊ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ് ന്യൂറൽ കണക്ഷൻസ് ഒക്കെ. ഇവിടെ അല്ലാതെ ഓക്സിജൻ, ന്യൂട്രിയൻസ് പിന്നെ ബാക്കിയല്ല റിലീസിംഗ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് ആണ് ഹൈപ്പോതലാമസിൽ നിന്ന് ട്രാൻസ്പോർട്ട് ആവുന്നത്. ഓക്കെ. ഇനി പിറ്റ്യൂട്ടറി പോർട്ടൽ സിസ്റ്റം നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ്. ആന്റീരിയർ സെക്രീഷൻസ് ഓഫ് പിറ്റ്യൂട്ടറി ആർ ഡിപ്പെൻഡന്റ് ഓൺ ദി സ്റ്റിമുലേഷൻ ഫ്രം ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിൽ നിന്ന് സ്റ്റിമുലേഷൻസ് കിട്ടിയാൽ മാത്രമേ അത് പിറ്റ്യൂട്ടറിയിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഓക്കെ. ആൻഡ് ആർ ഓൾസോ ഇൻവോൾവ് ഇൻ നെഗറ്റീവ് ഫീഡ്ബാക്ക്. എന്താണ് ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ബോഡിയിൽ ഇപ്പം ഹോർമോണിന്റെ ലെവൽ കുറവാന്ന് വെച്ചു. അപ്പൊ നമ്മുടെ ബോഡിക്ക് നമ്മുടെ ഹൈപ്പോതലാമസ് സെൻസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അപ്പം എപ്പോഴാണോ നമ്മുടെ ബോഡിയിൽ ഇപ്പം ഒരു ഹോർമോണിന്റെ കുറവ് വരുന്നത്, ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സമയത്ത് ഈ ഹൈപ്പോതലാമസിന് സെൻസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഹോർമോൺ ആവശ്യത്തിലധികം നമ്മുടെ ബോഡിക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ അതൊരു ലിമിറ്റ് കഴിഞ്ഞ് ആവശ്യത്തിലധികം അങ്ങ് എക്സീഡ് ആയി പോയാലോ അതേപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് അതിനെ നിർത്താനും പറ്റും. പ്രൊഡ്യൂസ് ചെയ്യേണ്ട സാധനം അതിന്റെ ആവശ്യം കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. ആ ഒരു സ്റ്റോപ്പ് ചെയ്യണ മെക്കാനിസമാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. ഓക്കെ. ഇഫ് എ ഹോർമോൺ ബ്ലഡ് ലെവൽ ഇസ് ലോ, ഇപ്പൊ ഹോർമോൺ ബ്ലഡ് ലെവലിൽ കുറവാണെന്ന് വെച്ചോ, അപ്പൊ എന്താ സംഭവിക്കുന്നത്? സ്റ്റിമുലേഷൻ നടക്കും. ആർക്ക്? ഹൈപ്പോതലാമസിന്. അപ്പൊ ആ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് വന്ന ഏതാണോ ഹോർമോൺ കുറവ് അത് നമ്മുടെ പിറ്റ്യൂട്ടറി അതിന് റിലീസ് ചെയ്ത് ആ ഹോർമോണിനെ കൂട്ടും. ഓക്കെ. ഇനി ആ കൂടിയ ഹോർമോൺ ഒത്തിരി ആയിപ്പോയി, മതി, എക്സ്ട്രാ ആയിപ്പോയി. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ നമുക്കൊരു ഒരു 18-20 ഇയേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഗ്രോ വേണ്ടല്ലോ, നമുക്ക് ഹൈറ്റ് ഒന്നും കൂടാൻ പോകുന്നില്ലല്ലോ. അപ്പൊ ഗ്രോത്ത് ഹോർമോൺ ഒരു പ്രായം കഴിഞ്ഞാൽ വേണ്ട. അപ്പൊ ആ ഗ്രോത്ത് ഹോർമോൺ അപ്പൊ ആ ഒരു ടൈമിൽ സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ എന്താ? ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം നമ്മുടെ ഹൈപ്പോതലാമസ് തന്നെ സെൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോർമോണിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും, ഇൻഹിബിറ്റ് ചെയ്യും. അതിനൊരു ഇൻഹിബിറ്റിംഗ് ഹോർമോണിനെ റിലീസ് ചെയ്ത് ആ ഒരു ഹോർമോണിന്റെ സെക്രീഷൻ കുറയ്ക്കും. ഓക്കെ. അതാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഹൈപ്പോതലാമസും ആന്റീരിയർ പിറ്റ്യൂട്ടറിയും തമ്മിലുള്ള മെക്കാനിസമാണ്. ഓക്കെ. അപ്പൊ ആന്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഈ ടേബിളിൽ ഇത്രയും ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രോത്ത് ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്താ? നമ്മൾക്ക് ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാം. പിന്നെ എല്ലാ ടിഷ്യൂസിലും ഗ്രോത്ത് എല്ലായിടത്തും വേണമല്ലോ. പിന്നെ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പൊ ഇത് തൈറോയിഡ് ഗ്ലാൻഡിൽ ചെന്ന് തൈറോയിഡ് T3 T4 പോയി. അപ്പൊ ടാർഗറ്റ് സൈറ്റ് ഏതാ? തൈറോയിഡാ. അപ്പൊ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഈ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എവിടെ എത്തും? തൈറോയിഡിലെത്തും. പക്ഷെ ഈ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ വരണമെങ്കിൽ എന്താ വേണ്ടേ? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ റിലീസിംഗ് ഹോർമോൺ ഉണ്ട്. ഇതിനെ റിലീസ് ചെയ്യാൻ പറഞ്ഞൊരു ഹോർമോൺ ഹൈപ്പോതലാമസിൽ നിന്നും ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലോട്ട് എത്തണം. എന്നാലേ അവർക്ക് ഈ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തൈറോയിഡിൽ കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാലേ തൈറോയിഡ് T3 T4 ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. മനസ്സിലായോ? ഓക്കെ. ഇനി അഡിനോകോർട്ടിക്കോ ട്രോഫിൻ ഹോർമോൺ ഉണ്ട്, ACTH എന്ന് പറയുന്നത്. അത് നമ്മുടെ അഡ്രിനൽ കോർട്ടെക്സിൽ ആക്ട് ചെയ്യുന്നതാണ്. പിന്നെ പ്രൊലാക്റ്റിൻ ഏത് സമയത്താണ് ലാക്ടേഷൻ, പ്രഗ്നൻസി, ജസ്റ്റേഷൻ ടൈമിലെ എൻഡിലാണ് പ്രൊലാക്റ്റിന്റെ സ്റ്റിമുലേഷൻ വരുന്നതും ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ നടത്തുന്നതും. ഓക്കെ. അപ്പൊ അതിന്റെ ടാർഗറ്റ് സൈറ്റ് ബ്രസ്റ്റ് ആണ്, മാമറി ഗ്ലാൻഡ്സ് ആണ്.
പിന്നെ FSH ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അത് മെയിലും ഫീമെയിലും ഡിഫറെന്റ് ഫംഗ്ഷൻ ആണ്. ഫീമെയിൽ എന്താ ഫോളിക്കിൾ സെക്രീഷൻ നടക്കും, മെൻസ്ട്രൽ ഫേസിലൊക്കെ FSH ആക്ഷൻ കൂടും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഫോളിക്കിൾ ഈസ്ട്രജൻ ഒക്കെ സെക്രീറ്റ് ചെയ്യണമെങ്കിൽ ഫോളിക്കിൾസ് വേണം. അപ്പൊ ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഫോളിക്കുലർ ഫേസിൽ. ഓക്കെ, മെയിൽസിൽ അതെന്താ നമ്മുടെ സ്പെർമാറ്റോജെനസിസ് നടക്കുമ്പോൾ സ്പെർം പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ LH ലൂട്ടനൈസിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞ ഒവേറിയൻ ഫോളിക്കൽ മെച്ചുറേ ഓവുലേഷൻ LH സർജ് നടക്കുമ്പോഴാണ് ഓവുലേഷൻ നടക്കുന്നത്, വിച്ച് ഇസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ 14th day ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ അല്ലേ. അപ്പം LH സർജ് നടക്കും. അപ്പൊ ലൂട്ടനൈസിംഗ് ഹോർമോണിന്റെ സെക്രീഷൻ ആ ടൈമിൽ കൂടുതലായിരിക്കും. പിന്നെ അതേപോലെ തന്നെ കോർപ്പസ് ലൂട്ടിയം മെയിൻറ്റെയിൻ ചെയ്യാനും LH വേണം. പിന്നെ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യാനും LHന്റെ ആക്ഷൻ കൊണ്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ MSH മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അതായത് നമ്മുടെ മെലാനിൻ, നമ്മുടെ കളർ ഇല്ലേ മെലാനോട്ടോൺ നമ്മൾ പറയത്തില്ലേ, നമ്മുടെ ഡാർക്ക് കളർ വരുന്നത് ഈ മെലാനിൻ പിഗ്മെന്റ് കൂടുന്നത് കൊണ്ടാണെന്നൊക്കെ പറയൂലേ. അപ്പൊ മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് നമ്മുടെ സ്കിന്നിലുള്ള പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉള്ള ഹോർമോൺ ആണ്, അതിന്റെ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്, റിലീസ്ഡ് ഫ്രം ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ് MSH മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ മെലാനിൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്കിന്നിലാണ് അപ്പൊ അതിന്റെ ടാർഗറ്റ് സൈറ്റ്. അപ്പൊ ഇത്രയുമാണ് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ്. ആൻഡ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത് രണ്ടേ ഹോർമോൺസ് അവർ ഡയറക്റ്റായിട്ട് റിലീസ് ചെയ്യുള്ളൂ. അത് ആക്ച്വലി ഹൈപ്പോതലാമസ് റിലീസ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ കൊടുക്കുന്നതാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിക്ക്. ഓക്കെ, അതാണ് ഓക്സിറ്റോക്സിനും വാസോപ്രസിനും. ഓക്സിറ്റോക്സിൻ എവിടെയാ റിലീസ് ചെയ്യുന്നത്? ഓക്സിറ്റോക്സിൻ നമ്മുടെ പ്രഗ്നൻസി ടൈം എന്താവും, അതായത് ഡെലിവറി ടൈമില് യൂട്രൈൻ കോൺട്രാക്ഷൻ വരുമ്പോൾ യൂട്രൈൻ കോൺട്രാക്ഷനെ ഇൻഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു ഓക്സിറ്റോക്സിന് റിലീസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പൊ യൂട്രസിലും ബ്രസ്റ്റിലും ഒക്കെയാണ് അതിന്റെ ആക്ഷൻ വരുന്നത്. അപ്പൊ ബ്രസ്റ്റിൽ അത് പ്രൊലാക്റ്റിൻ സെക്രീഷനുമായിട്ട് റിലേറ്റ് ചെയ്തു, യൂട്രസിൽ യൂട്രൈൻ കോൺട്രാക്ഷൻ നടത്തുന്നതും ഓക്സിറ്റോക്സിൻ ആണ്. പിന്നെ വാസോപ്രസിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മൂത്ത് മസിൽ കോൺട്രാക്ഷനും അതേപോലെ തന്നെ കിഡ്നിക്ക് വാട്ടറിനെ അബ്സോർബ് ചെയ്യാനുള്ള പെർമിയബിലിറ്റി കൂട്ടുന്നതും ഈ ADH അല്ലെങ്കിൽ വാസോപ്രസിൻ ആണ്. വാസോപ്രസിന്റെ വേറെ പേരാണ് ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ. അതായത് നമ്മുടെ കിഡ്നിയിൽ മോർ വാട്ടറിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ആ വാട്ടറിന്റെ നമ്മുടെ ആ കിഡ്നീന്റെ പെർമിയബിലിറ്റി കൂട്ടിയാൽ മാത്രമേ വാട്ടറിനെ അബ്സോർബ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഈ ഡയൂറിയസിസ് ഒക്കെ ഉള്ളവർക്ക് എന്താ എപ്പോഴും യൂറിൻ പോകും. അപ്പൊ അങ്ങനെ യൂറിൻ പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ADH പ്രൊവൈഡ് ചെയ്യും. അപ്പൊ എന്താ യൂറിൻ അബ്സോർബ് ചെയ്യും. ഓക്കെ, അപ്പം പെർമിയബിലിറ്റി കൂടുന്ന BP കൂട്ടാൻ ഈ ADH വേണം. അതേപോലെ തന്നെ ഈ വാട്ടർ അബ്സോർപ്ഷൻ നടത്തണമെങ്കിൽ വി നീഡ് ദ ഹോർമോൺ വാസോപ്രസിൻ ഫ്രം പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. പക്ഷെ അത് സെക്രീറ്റ് ചെയ്യുന്നത് ആരാ? ഹൈപ്പോതലാമസ് ആണ്. സ്റ്റോർ ചെയ്യുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലുമാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ലിസ്റ്റ് ഓഫ് ഹോർമോൺസ്, ദർ ഫങ്ഷൻസ് ആൻഡ് ദ ടാർഗറ്റ് സൈറ്റ്. ഓക്കെ, സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, neurohypophysis store and release hormones which are actually synthesized by hypothalamus and are transported axonally here. Which of the following hormones belongs to this category? Neurohypophysis store and release hormones which are synthesized in the hypothalamus. Okay, അതായത് നമ്മുടെ ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്റ്റോർ ചെയ്തിട്ട് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതാണെന്ന്, അതായത് നമ്മുടെ ഹൈപ്പോതലാമസ് സിന്തസൈസ് ചെയ്ത് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്റ്റോർ ചെയ്ത് റിലീസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഗൊണാഡോട്രോപ്പിൻ അല്ല, FSH LH അല്ല, ഓക്സിറ്റോക്സിൻ വാസോപ്രസിൻ. നമ്മളിപ്പോ പറഞ്ഞില്ലേ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. പിന്നെ സ്റ്റോർ ചെയ്യുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. ഓക്കെ, അപ്പം ഓക്സിറ്റോക്സിനും വാസോപ്രസിനും ആണ് അതിന്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ബേസൽ പാർട്ട് ഓഫ് ഡയൻസെഫലോൺ ഇസ് നോൺ ആസ്. നമ്മുടെ ഡയൻസെഫലോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർ ബ്രെയിൻ ഇല്ലേ, അതായത് ആക്ച്വലി എംബ്രിയോജെനിസിസ് ഒക്കെ നടക്കുന്ന ടൈമില് നമ്മുടെ അതായത് നമ്മുടെ നെർവ് കോഡ് ഒക്കെ ബ്രെയിൻ ഫോർമേഷൻ നടക്കത്തില്ല എംബ്രിയോജെനിസിസിൽ. അപ്പം ഈ മീസെൻസെഫലോൺ, പ്രോസെൻസെഫലോൺ, റോംബെൻസെഫലോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എക്ടോഡേംസിൽ നിന്നും ജേം ലെയേഴ്സിൽ നിന്നും ബ്രെയിൻ ഫോർമേഷൻ നടക്കും. ആ ടൈമില് ഈ ഫോർ ബ്രെയിൻ ആകേണ്ട ആ പാർട്ടില്ലേ, അവിടെയാണ് ഈ ഡയൻസെഫലോൺ എന്ന് പറയുന്നത്. ഈ ആക്ച്വലി ഫോർ ബ്രെയിൻ്റെ ആ ഒരു റീജിയൻ ആണ്.
ഓക്കെ, അതിൽ തലാമസ് ഇൻക്ലൂഡ് ആണ്, ഹൈപ്പോതലാമസ് ഇൻക്ലൂഡ് ആണ്, പിന്നെ പീനിയൽ ഗ്ലാൻഡ് ഒക്കെ ഡയൻസെഫലോണിന്റെ ആ ഒരു പോർഷനിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഡയൻസെഫലോണിന്റെ ബേസ് എന്ന് പറയുന്നതാണ് ഹൈപ്പോതലാമസ്. അപ്പൊ ഹൈപ്പോതലാമസ്, ഹൈപ്പോ എന്ന് വെച്ചാൽ താഴെ. അപ്പൊ അതായത് ഈ ഒരു ഡയൻസെഫലോണിന്റെ താഴത്തെ ബേസ് പാർട്ടിലാണ് ഹൈപ്പോതലാമസ് ഉള്ളത്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഗ്ലാൻഡ് ഇസ് അണ്ടർ ദ ഡയറക്റ്റ് ന്യൂറൽ റെഗുലേഷൻ ഓഫ് ഹൈപ്പോതലാമസ്? നമുക്കറിയാം ഡയറക്റ്റ് ന്യൂറൽ റെഗുലേഷൻ നോക്കിക്കേ, ആരായിരുന്നു, ഏത് ലോബാ? പോസ്റ്റീരിയർ ലോബാണ്. ഓക്കെ, അപ്പൊ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് ഡയറക്റ്റ് ന്യൂറൽ റെഗുലേഷന്റെ താഴെയുള്ളത്. പിന്നെ ഓക്സിറ്റോക്സിൻ ആൻഡ് വാസോപ്രസിൻ സിന്തസൈസ്ഡ് ഇൻ ഹൈപ്പോതലാമസ് ആൻഡ് റീച്ച് ടു പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ബൈ വേ ഓഫ്. അപ്പൊ ഓക്സിറ്റോക്സിനും വാസോപ്രസിനും ആരാത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നോക്കിക്കേ, പോസ്റ്റീരിയർ ലോബാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലെ, സോറി, ഹൈപ്പോതലാമസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്ങോട്ടേക്കാ സ്റ്റോറിയും കൊടുക്കുന്നത്? നമ്മുടെ പോസ്റ്റീരിയർ ലോബിലോട്ട്. അപ്പൊ എന്ത് വഴി അതിന്റെ ട്രാൻസ്മിഷൻ നടത്തുന്നത്? ത്രൂ നോക്കിക്കേ, ആക്സോൺസ് ഓഫ്, അതായത് ന്യൂറൽ ട്രാൻസ്മിഷൻ അല്ലെ, ആക്സോൺസ് ഓഫ് ഹൈപ്പോതലാമിക് ന്യൂറോൺ. ഇതാണ് എന്റെ ആൻസർ. നെക്സ്റ്റ്, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഹൗ മെനി ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? നോക്കാം. ഫസ്റ്റ്, ദ ഹൈപ്പോതലാമസ് ഈസ് എ ബേസൽ പാർട്ട് ഓഫ് ഡയൻസെഫലോൺ. ട്രൂ ആണല്ലോ, നമ്മളിപ്പോ പറഞ്ഞോളൂ, ട്രൂ ആണ്. ഇനി, ഹൈപ്പോതലാമസ് കണ്ടെയ്ൻസ് ഗ്രൂപ്പ് ഓഫ് ന്യൂറോ സെക്രീറ്ററി സെൽസ് കോൾഡ് ഗാംഗ്ലിയ. ഗാംഗ്ലിയ അല്ല, ഗാംഗ്ലിയ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസിനെയാണ് ഗാംഗ്ലിയ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂറോ സെക്രീറ്ററി സെൽസിനെ നമ്മൾ എന്താ വിളിക്കുക? അത് ഗാംഗ്ലിയ അല്ല. വിച്ച് റെഗുലേറ്റ് നമ്മുടെ നെർവ്സ് എന്നാണ് അതിനെ വിളിക്കുക, അല്ലെ? റെഗുലേറ്റ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺ. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റും എന്താണ്? തെറ്റാണ്. ഇനി അടുത്ത, GnRH ഫ്രം ഹൈപ്പോതലാമസ് സ്റ്റിമുലേറ്റ് ദ ആന്റീരിയർ പിറ്റ്യൂട്ടറി ടു റിലീസ് ഗൊണാഡോട്രോപ്പിൻസ്. ഗൊണാഡോട്രോപ്പിൻസ് വരണമെങ്കിൽ എന്ത് റിലീസ് ആവണം? ഗൊണാഡോട്രോപ്പിൻസ് വരണമെങ്കിൽ GnRH ഹൈപ്പോതലാമസിന് റിലീസ് ആവണം, അല്ലേ? അപ്പൊ അതും എന്താണ്? ട്രൂ ആണ്. ഇനി, ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഈസ് അണ്ടർ ഡയറക്റ്റ് കെമിക്കൽ റെഗുലേഷൻ ഓഫ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിന്റെ ഡയറക്റ്റ് കെമിക്കൽ റെഗുലേഷനിലാണോ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി? അല്ല, അല്ലെ, ന്യൂറൽ റെഗുലേഷനിലാണ്. അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ ടോട്ടൽ എത്ര ആൻസേഴ്സ് ആണ് കറക്റ്റ്? ഇതും കറക്റ്റ് ആണ്, ഇതും കറക്റ്റ്. അപ്പൊ ടോട്ടൽ 2 ആണ്, അതായത് ഓപ്ഷൻ 3 ആണ്. അതായത് 2 സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്, ബാക്കി 2 തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്? ന്യൂറോ സെക്രീറ്ററി സെൽസിന്റെ നമ്മൾ ഗാംഗ്ലിയ എന്നല്ല അതിനെ പറയുന്നത്, അല്ലേ? അപ്പം അത് തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യേണ്ട പോർഷൻസ്. സോ ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. So thanks for watching.